മുട്ടുവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണോ നിങ്ങൾ? മുട്ടുവേദന അനുഭവിച്ച് അതിനെ ധാരാളം പെയിൻ കില്ലർ കഴിച്ചിട്ടും രോഗം മാറാതെ വീണ്ടും വീണ്ടും ചികിത്സക്ക് പോകുന്ന വ്യക്തികളാണോ നിങ്ങൾ? അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പരിചയത്തിലോ വൃദ്ധരായ ആരെങ്കിലും വേദന കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനിയും അവരെ മരുന്ന് കഴിക്കാൻ ഉപദേശിക്കുന്നതിന് പകരം ആ മരുന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നത് പ്രയോജനകരമായിരിക്കും. നമ്മുടെ ശരീരത്തിൽ അമിതമായ അളവിൽ ജലം ഉണ്ടെങ്കിൽ അഥവാ ദാഹമില്ലാതെ അമിതമായി വെള്ളം കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ, വെള്ളം കാണുമ്പോൾ വെള്ളം കുടിക്കുന്ന ആളുകളെ കാണാം, അല്ലെങ്കിൽ വെള്ളം കുടി ഒരു അഡിക്റ്റ് പോലെ ആയ ആളുകളെ കാണാം, അല്ലെങ്കിൽ ഒരു ദിവസം 3-5 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന നിർദ്ദേശത്തെ തുടർന്ന് ധാരാളം വെള്ളം കുടിക്കുന്ന ആളുകളെ കാണാം. ഇത്തരം ആളുകൾക്ക് ഈ മുട്ടുവേദന മാറാൻ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് മരുന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആഹാരം ക്രമീകരിച്ചുകൊണ്ട് വെള്ളം കൂടി ദാഹത്തിന് മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ ചികിത്സിക്കാമെങ്കിൽ അക്യുപഞ്ചർ ചികിത്സയിലൂടെ മുട്ട് മാറ്റിവെക്കൽ സർജറി പറഞ്ഞ ആളാണെങ്കിൽ പോലും പരിപൂർണമായി രോഗം സുഖപ്പെടാനുള്ള സൗകര്യം സാധ്യതയുണ്ട്. ഏതായാലും മുട്ടുവേദന ഇന്ന് വലിയൊരു പ്രതിസന്ധിയായിക്കൊണ്ട് പലരും പറയുന്നു. പലപ്പോഴും പള്ളികളിലുമൊക്കെ തന്നെ നമസ്കരിക്കാൻ കാല് മടക്കിയിരിക്കാൻ കഴിയാത്ത ആളുകൾ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുട്ടുവേദന കൊണ്ട് മറ്റ് പലതരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇവർക്കൊക്കെ തന്നെ മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ രീതിയിൽ വെള്ളവും ആഹാരം ക്രമീകരിച്ചുകൊണ്ട് രോഗം സുഖപ്പെടാനുള്ള സൗകര്യം അക്യുപഞ്ചർ ചികിത്സയിലുണ്ട്. താങ്ക് യു.